ഇത് നമുക്ക് കയ്പ്പൊക്കെ വെച്ചിട്ടൊരു അച്ചാറാണ്. ഒരു അടിപൊളി അച്ചാറാണിത്. ഇത് നമുക്ക് എന്തായാലും ചോറിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അച്ചാറാണ്. ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-4 വെളുത്തുള്ളി, ഒരു പച്ചമുളക് കൂടിയിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് മുന്നേ തന്നെ പുളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഒന്ന് മുന്തി നിൽക്കണം പുളി. അത് നമുക്ക് പാത്രത്തിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആ നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി തിളച്ച് വരണം. നല്ലോണം ഒന്ന് വറ്റി വരണം. ഈ വറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഈ കയ്പ്പൊക്കെ നന്നായി ചെറുതായി അരിയണം. ഈ അരിഞ്ഞിട്ട് നന്നായി കഴുകിയിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം. നമ്മൾ അച്ചാറിനൊക്കെ നുറുക്കണം അതേ രീതിയിൽ, നമ്മൾ ഉപ്പേരിക്ക് നുറുക്കണതല്ല, അച്ചാറിന് നുറുക്കണം അതേ രീതിയിൽ ഇതേപോലെ നുറുക്കിയെടുക്കണം. മാങ്ങൊക്കെ നുറുക്കണം അതേ രീതിയിൽ നമ്മൾ ഈ കയ്പ്പൊക്കെ നുറുക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ അച്ചാറിനുള്ള പുളിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. പുളി ഒന്നൊരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് മുന്തി നിൽക്കണം പുളി, എന്നാലാണ് ഈ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കയ്പ്പൊക്കെ ഇട്ടാൽ കൂടുതൽ നേരം അത് വേവിക്കരുത്. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒന്ന് കടിക്കുമ്പോൾ നമുക്ക് കയ്പ്പൊക്കെ തന്നെ അറിയണം. അതേ രീതിയിൽ നമുക്കിത് ആവണം. നമുക്ക് അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, കടുകും വേപ്പിൻ്റെ ഇലയും കൂട്ടൊന്ന് വറവിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കൂടുതൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. 2-3 ദിവസം ഇത് പുറത്തിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് കയ്പ്പൊക്കെ അച്ചാറുണ്ടാക്കി നോക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ആദ്യം ഒരു കയ്പ്പൊക്കെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് കഴിക്കൊന്നും ചെയ്യില്ല. ഈ പുളിയിൽ നമുക്കിത് കയ്പ്പൊക്കെ ഇട്ടാൽ നമുക്കിത് കയ്പ്പുണ്ടാവില്ല, കയ്പ്പ് രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാകുക വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽക്കും കുടുംബത്തിൽക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.